നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതിയ കുവൈറ്റ് പ്രധാനമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ട് വന്നിരുന്നെങ്കിലും അത്തരത്തിലൊരു പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരാകും കുവൈത്തിന്റെ പുതിയ ഭരണാധികാരി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ വിദേശകാര്യമന്ത്രിയും രാജകുടുംബത്തിലെ മുതിർന്ന അംഗവുമായ ഷെയ്ഖ് മുഹമ്മദ് സബാഹ് സാലിം അസ്വാബാഹ് കുവൈറ്റ് പ്രധാനമന്ത്രിയായേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അമീറിന്റെ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് അമീർ ഉത്തരവ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതിയ മന്ത്രിമാരെ നാമനിർദ്ദേശം ചെയ്യാൻ അമീർ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ സാലിം അസ്വാബാഹിന്റെ പുത്രനാണ് ഷെയ്ഖ് മുഹമ്മദ് സബാഹ് സാലിം. 2003 മുതൽ 2011 വരെ കുവൈത്തിന്റെ ഒന്നാം ഉപമുഖ്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിരുന്ന ഇദ്ദേഹം 10 വർഷത്തോളം അമേരിക്കയിലെ കുവൈറ്റ് അംബാസിഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അമീറിന്റെ ഉത്തരവ് വന്നാൽ പെട്ടെന്ന് തന്നെ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും എന്നാണ് സൂചന. മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയാണ് നാമനിർദ്ദേശം ചെയ്യുക. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. 26 എംപിമാർ കുറ്റവിചാരണയ്ക്ക് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അസബാഹ് രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാവൽ മന്ത്രിസഭയാണ് 3 മാസമായി രാജ്യത്തെ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പുതിയ പാർലമെന്റ് അംഗങ്ങളെ കണ്ടെത്തുന്നതിനായി പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കഴിഞ്ഞ മാസം അമീർ ആഹ്വാനം ചെയ്തിരുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുൻപായി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതിനാൽ താമസിയാതെ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.